നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ മിക്കവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരു. ഇത് പ്രധാനമായും ടീനേജേഴ്സിനെയും യങ് അഡൾട്ട്സിനെയുമാണ് അഫക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ തൊലിപ്പുറത്തുള്ള സെബേഷ്യസ് ഗ്ലാൻസിനുണ്ടാകുന്ന ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ് മുഖക്കുരു. മുഖക്കുരുവിനുള്ള കാരണങ്ങൾ ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും. ചിലർക്കത് എക്സസ് ആയിട്ടുള്ള സെബം പ്രൊഡക്ഷൻ മൂലമാണെങ്കിൽ മറ്റു ചിലർക്കാകട്ടെ ഹെയർ ഫോളിക്കിൾസിൻ്റെയോ അല്ലെങ്കിൽ തൊലിപ്പുറത്തുള്ള കൊച്ചു കൊച്ചു സുഷിരങ്ങൾ അടഞ്ഞു പോകുന്നത് മൂലമോ ഇൻഫ്ലമേഷൻ മൂലമോ ഒക്കെ ആവാം ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു കൂട്ടർക്ക് ഇത് ഹോർമോണൽ ഇംബാലൻസ് മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജനിതക കാരണങ്ങൾ മൂലമോ അല്ലെങ്കിൽ പരിസര മലിനീകരണം മൂലമോ ഒക്കെ ആവാം ഉണ്ടാകുന്നത്. ഏത് കാരണം കൊണ്ടാണോ ഓരോ വ്യക്തിക്കും മുഖക്കുരു ഉണ്ടാകുന്നത് ആ പ്രത്യേക കാരണം കണ്ടെത്തി അതിന് വേണ്ടുന്ന ചികിത്സയാണ് ചെയ്യേണ്ടത്. ഇന്ന് മുഖക്കുരുവിന് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസ് ആണ് പറയുന്നത്. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി VS, ചീഫ് മെഡിക്കൽ ഓഫീസർ, ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെന്റർ, പള്ളിമുക്ക്, ഓടനാവട്ടം. ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്ത് സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ക്രഷ് ചെയ്തെടുത്ത ഓട്സും അതിനകത്ത് തേനും കൂടി മിക്സ് ചെയ്ത് സ്ക്രബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സ്കിന്നിന്റെ pH ബാലൻസ് ചെയ്യാനും പോർസ് ടൈറ്റൻ ചെയ്യാനുമായിട്ട് റോസ് വാട്ടറോ അല്ലെങ്കിൽ കുക്കുംബറിന്റെ ജ്യൂസോ ഒരു ടോണറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വേപ്പില അരച്ച് 2-3 ഡ്രോപ്സ് റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ഒരു മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യുക. 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. ഇതേപോലെ തന്നെ കറ്റാർവാഴയുടെ ജെല്ലും യൂസ് ചെയ്യാവുന്നതാണ്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ തേനോ അല്ലെങ്കിൽ 2 സ്പൂൺ തൈരോ മിക്സ് ചെയ്ത് അതും ഒരു പാക്കായിട്ട് അപ്ലൈ ചെയ്യുക. 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. ഇത് മുഖക്കുരുവിനും അതുമൂലം ഉണ്ടാകുന്ന പാടുകൾക്കും ഫലപ്രദമാണ്. ഡയറ്റിൽ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തുക. വെള്ളം ധാരാളമായി കുടിക്കുക. ഒരുപാട് സ്പൈസി ആയിട്ടും ഓയിലി ആയിട്ടുമുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കുക. സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ റെഗുലറായി എക്സസൈസ് ചെയ്യുകയും നന്നായുള്ള ഉറക്കവും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കുകയും വേണം. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.